ഇന്നിപ്പോ സത്യപ്രതിജ്ഞാ വേദിയിൽ വന്നിട്ടുള്ള ഓരോരുത്തർക്കും കിട്ടുന്ന കയ്യടി നമ്മൾ ചെറുപ്പമായി മൊത്തത്തിലുള്ള ഒരു അറ്റയറൊക്കെ കംപ്ലീറ്റ് മാറ്റി. അതായത് ഒരു ടിപ്പിക്കൽ, അത് നേരത്തെ റോജിയം ജോണിനെ കണ്ടപ്പോൾ ടോട്ടൽ ക്യാബിനറ്റിന്റെ മൂഡ് മാറുന്നതിന്റെ ഭാഗമാണ്. അത് ഞാൻ ചോദിക്കുന്നത്, ഭയങ്കരമായ വൈകാരിക ആവേശത്തോടെ അണികൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു നേതാവ് നിലയ്ക്കുള്ള പ്രത്യേകത ഉണ്ട്. സോ ആ ഒരു എക്സ്പെക്ടേഷൻ ഹൈ പ്രഷർ ഉണ്ടോ? ആ ഒരു സംഗതി ഉണ്ടാവുന്ന ആൾക്കാർ കാണുന്നുണ്ട്. ഈ ഗവൺമെന്റിന്റെയും ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാണ്. ആളുകളുടെ പ്രതീക്ഷ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആശങ്കപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനിയുള്ള ഓരോ സമയവും നമ്മളിപ്പോൾ ഇന്ന് മുതൽ നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് അവരുടെ പ്രതീക്ഷയൊക്കെ ഉയരുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് പിന്നെ അത്രമേൽ പ്രതീക്ഷ ഉണ്ട് എന്നുള്ളത്. വോട്ട് ചെയ്തിട്ടും മതിയാവാതെ വോട്ട് ചെയ്യണം. ഇപ്പോൾ സിദ്ദീഖ് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ആണ്, ഞാൻ വയനാട്ടുകാരനാണ്. അവിടെയൊക്കെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വോട്ട് ആളുകൾ ഇങ്ങനെ വോട്ട് ചെയ്യണത് എന്താ അടിസ്ഥാനത്തിലാണെന്ന് ചിലപ്പോൾ നമ്മൾ ആലോചിച്ച് പോകും. അത്രയ്ക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഒരു സന്തോഷമല്ല, ആ പ്രതീക്ഷ വലിയ ആശങ്ക, അതോടൊപ്പം തന്നെ വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇന്ന് കൈയടിച്ചാലും നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളൊക്കെ ഈ കൺവീനിയൻസാണ്. അതൊരു ഹാപ്പിനെസ്സായി എടുക്കരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു ഉത്തരവാദിത്തമായിട്ട് എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ്.